കഴിഞ്ഞ ദിവസം ഞാനിട്ട റീലിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു ബർത്ത്ഡേ വരുന്നുണ്ട്. പക്ഷേ ബർത്ത്ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വിളിച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാമെന്ന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് മാളിലൂടെ നടക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കറക്റ്റ് ആ കോള് വന്നത്. ഞങ്ങൾ രണ്ടുപേരും നാളെ ബർത്ത്ഡേ സെലിബ്രേഷന് വരണം, നാളെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്ന്. നോർമലി വർക്കിംഗ് പാരൻസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബർത്ത്ഡേസൊക്കെ നമ്മൾ വീക്കെൻഡ്സിലായിരിക്കും ആഘോഷിക്കുന്നുണ്ടാവുക. വീക്ക് ഡേയ്സിലാണ് ഡേയ്സ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഒഴിവിനനുസരിച്ച് നമ്മൾ അപ്പോഴായിരിക്കും ആഘോഷിക്കുകയെന്ന്. ആക്ച്വലി ഞങ്ങൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന്. ഡ്രസ്സൊക്കെ എല്ലാവരും കൊടുക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് കൊടുക്കാം. പക്ഷേ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വേണം എന്നുള്ളത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഈ കുട്ടി എപ്പോഴും എലിഫൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എലിഫൻറ്റ് റിലേറ്റഡ് കാർട്ടൂൺസ്, എലിഫൻറ്റ് ആനിമൽ പ്ലാനറ്റിൽ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആന എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എലിഫൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ടോയ് തപ്പാന്ന്. പക്ഷേ ഞങ്ങൾ തപ്പിയപ്പോൾ എലിഫൻറ്റ് റിലേറ്റഡ് മാത്രം കിട്ടിയില്ല, ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കണ്ടു, എല്ലാ അനിമൽസും ഉണ്ടായിരുന്നു, എലിഫൻറ്റ് മാത്രം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഫൈനലി കുട്ടിയുടെ ഉമ്മ ഡോക്ടറാണ്, അപ്പോൾ വിചാരിച്ചു എന്തായാലും ഡോക്ടർ സെറ്റ് ഗിഫ്റ്റ് ചെയ്യുക, അതും റിലേറ്റഡ് ആയിട്ട് തോന്നുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടർ സെറ്റും അതേപോലെ തന്നെ ഒരു ഡ്രസ്സും പിക്ക് ചെയ്തു. അങ്ങനെ അത് രണ്ടും ബില്ലടിച്ചു. അങ്ങനെ അവിടുന്ന് അതെല്ലാം ബില്ലടിച്ചിറങ്ങിയപ്പോഴാണ് ജോർദാനൂല് അത്യാവശ്യം നല്ല ഓഫർ നടക്കുന്നുണ്ട് എന്ന് കണ്ടേ. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജോർദാനിന്ന് ഇക്കാക്ക് ഡ്രസ്സ് എടുത്തു. എന്തായാലും 2 വീക്സ് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോകുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട്. ലീവ്സ് കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും പ്ലാനിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഡ്രസ്സ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോകാനുള്ള സാധനങ്ങളും ഒക്കെ തപ്പി അവസാനം ലാസ്റ്റ് മെട്രോ പോയി എന്ന് സമയം നോക്കുമ്പോഴാണ് മനസ്സിലായേ സംഭവം ശരിക്കും പെട്ടു എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ പിന്നെ ബസ് നോക്കുമ്പോഴാണ് ലാസ്റ്റ് ബസ് അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. സംഭവം ഒരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്.